നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധിക്കായി കാത്തിരിക്കുകയാണ് കേരളം. കോടതിയിൽ പൊട്ടിക്കരഞ്ഞ് പ്രതികളായ മാർട്ടിനും പ്രദീപും കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതികൾ ശിക്ഷ വിധിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്. അതോടൊപ്പം തന്നെ പാസ്പോർട്ട് ആവശ്യപ്പെട്ട് ദിലീപ് കോടതിയിലെത്തിയിട്ടുണ്ട്. ഒന്നാം പ്രതി പൾസർ സുനി അടക്കമുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. 7.5 വർഷം ശിക്ഷ അനുഭവിച്ചതിനാൽ ഇളവ് വേണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെടുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ 6 പ്രതികളാണ് കുറ്റക്കാരെന്ന് കഴിഞ്ഞ ദിവസം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അവരുടെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട ഭാഗം കേൾക്കലാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്. ഒന്നാം പ്രതി പൾസർ സുനി ആണ് ഇതിലെ യഥാർത്ഥ കുറ്റക്കാരനാണെന്ന് കോടതി പറയുന്നു. മാർട്ടിൻ ആന്റണി രണ്ടാം പ്രതിയാണ്. ബി മണികണ്ഠൻ മൂന്നാം പ്രതി. VP വിജീഷ്, വടിവാൾ സലീം, പ്രദീപ് ഇവരുടെ ഭാഗമാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ. ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന കുറ്റത്തിലടക്കം, അതായത് എന്തുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനായി എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരും. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം IPC 20 വർഷം വരെ കഠിന തടവോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗം അടക്കം കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന 10 കുറ്റങ്ങളാണ് 6 പ്രതികൾക്കെതിരെയും കണ്ടെത്തിയിട്ടുള്ളത്. അവരുടെ ഭാഗമാണ് ഇപ്പോൾ കോടതി കേൾക്കുന്നത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് കോടതി ഇതുവരെ കേട്ടത്. 6 പ്രതികളും അവരുടെ ഭാഗം കോടതിയിൽ വിശദീകരിക്കുകയുണ്ടായി. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുന്നു. ശ്രീജിത്ത്, ഈ ശിക്ഷാവിധിയുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് 6 പ്രതികളുടെയും ഭാഗം കോടതി കേൾക്കുന്നത്. മുഴുവൻ പ്രതികളുടെയും ഭാഗം കേട്ടോ? എന്താണ് കോടതിയിൽ ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ? അമ്പിളി, ഇപ്പോൾ പ്രധാനമായും ഈ കോടതിയിൽ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അതായത് കൂട്ടബലാത്സംഗം എന്ന വകുപ്പിൽ എല്ലാ പ്രതികളും ഉൾപ്പെടുമോ എന്നൊരു ചോദ്യം കോടതി ഘട്ടത്തിൽ ചോദിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. കാരണം എല്ലാ പ്രതികൾക്കും ഈ ഒരു പരമാവധി ശിക്ഷ നൽകേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യമാണ് കോടതി അന്വേഷിക്കുന്നത്. അതായത് കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട്, പക്ഷേ നിയമം ഒരു 1 or more persons എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുകയാണെങ്കിലാണല്ലോ എന്നുള്ള കാര്യം കോടതി പറയുന്നത്. അതായത് 376D വകുപ്പ് എല്ലാവരിലും ചുമത്തേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ സൂചിപ്പിച്ചപ്പോൾ എല്ലാവർക്കും ആ ശിക്ഷ നൽകണമെന്നൊരു ആവശ്യം വന്നപ്പോഴാണ് കോടതി ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഇത് കൂട്ടബലാത്സംഗത്തിൻ്റെ വകുപ്പിൽ തന്നെ എല്ലാവരും വരുമോ, അല്ലെങ്കിൽ അതിൽ പങ്കാളിത്തം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രമാണോ മറ്റുള്ളവരുടെ സാധ്യത എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല എല്ലാവർക്കും പരമാവധി ശിക്ഷ കൊടുക്കണമെന്നുള്ള കാര്യം തന്നെ കോടതിയിൽ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വിധി ഉണ്ടാവും എന്നുള്ളൊരു സൂചന തന്നെയാണ് കോടതിയും നൽകിയിരിക്കുന്നത്. എന്തായാലും 6 പേരും നേരത്തെ സൂചിപ്പിച്ച പോലെ കോടതികളിൽ തങ്ങളുടെ വാദമുഖങ്ങൾ അല്ലെങ്കിൽ തങ്ങളോട് എന്തുകൊണ്ട് കോടതി കനിവ് കാണിക്കണമെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം 2 പേരുടെ വാദങ്ങൾ ഏറ്റവും പ്രധാനമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൗതുകകരമാണ്. ഒന്ന്, പൾസർ സുനി പറഞ്ഞിരിക്കുന്നത് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. താൻ കുറ്റകൃത്യത്തിൽ പങ്കാളിയുള്ള എന്നുള്ളൊരു കാര്യം ഈ ഘട്ടത്തിൽ പൾസർ സുനി പറഞ്ഞിട്ടില്ല. കാരണം കോടതിക്ക് ബോധ്യപ്പെട്ട തെളിവുകൾ കൈവശം ദൃശ്യങ്ങളായി തന്നെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും താൻ കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ല എന്നൊരു കാര്യം പറയുന്നതിലെ അപാകത കൊണ്ടാകാം ഒരുപക്ഷെ ഇന്ന് അത് പറഞ്ഞിട്ടില്ല. വിജേഷ് പറഞ്ഞിരിക്കുന്നത് തനിക്ക് കണ്ണൂരിലെ ജയിലിലേക്ക് തന്നെ അയക്കണമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ തങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലം ആണ് ഈ കുറ്റകൃത്യത്തിലേക്ക് പങ്കാളത്തിലേക്ക് വഴിതെളിച്ചതെങ്കിൽ തനിക്ക് ഈ കുറ്റകൃത്യവുമായി യാതൊരു ബന്ധവുമില്ല, ഈ ക്രിമിനൽ കൃത്യവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് മണികണ്ഠൻ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മാർട്ടിൻ താൻ ഒരു പെറ്റി കേസിൽ പോലും ഉൾപ്പെട്ടിട്ടില്ല. മാർട്ടിനാണ്, നമുക്കറിയാം, ഈ വാഹനത്തിൻ്റെ നടിയെ കൊണ്ടുപോയ വാഹനത്തിൻ്റെ ഡ്രൈവർ മാർട്ടിനായിരുന്നു. മാർട്ടിനെ ആദ്യഘട്ടത്തിൽ നിരപരാധിയായിട്ടും മറ്റുള്ളവർ ഒരു ബന്ധവുമില്ലാതെ ആക്രമിക്കുകയായിട്ടാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ആദ്യഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു PT തോമസിൻ്റെ ലാലിൻ്റെ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മാർട്ടിൻ ആദ്യത്തെ ദിവസം പ്രതിയായിരുന്നില്ല. പക്ഷേ മാർട്ടിൻ്റെ അസ്വാഭാവികമായ ചില ഇടപെടലുകൾ കണ്ടപ്പോഴാണ്, മാർട്ടിനെ കൂടി ചോദ്യം ചെയ്തപ്പോഴാണ് മാർട്ടിൻ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്. എന്തായാലും സഞ്ചാരപാത ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഈ പൾസർ സുനിക്കും സംഘത്തിനും കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ നടിയെ ആക്രമിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ ചേർത്ത് നിർത്തി ഇവരെ സഹായം ചെയ്യുന്നതിൽ മാർട്ടിൻ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് മാർട്ടിൻ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസ്ഥാനത്തേക്ക് വന്നത്. എന്തായാലും മാർട്ടിൻ ഇപ്പോൾ പറയുന്നത് എനിക്കൊരു പെറ്റി കേസിൽ പോലും താൻ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്.
എന്തായാലും കോടതി ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. മാത്രമല്ല ഈ കൂട്ടബലാത്സംഗം എന്നുള്ള കുറ്റകൃത്യം എല്ലാവരുടെ ചുമലിലും അല്ലെങ്കിൽ എല്ലാവർക്കും ആ ഒരു കുറ്റം നൽകണമോ എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുകയാണ്. അതുപോലെ തീർച്ചയായും ഇന്ന് വിധിയിലേക്ക് തന്നെ പോകുമ്പോൾ എല്ലാവർക്കും കൃത്യമായി ഒരേ കുറ്റത്തിനും പൂർണ്ണമായ ശിക്ഷ എല്ലാവർക്കും, അതായത് കഠിന തടവോ ജീവപര്യന്തമോ എല്ലാ പ്രതികൾക്കും കിട്ടുമോ, അതോ ആദ്യത്തെ 1-2 പ്രതികൾക്ക് മാത്രം ആവുമോ അത് കിട്ടുന്നത്, മറ്റുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട കുറഞ്ഞ ശിക്ഷാവിധി കിട്ടുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അത് കാരണം 7.5 വർഷത്തോളം ഇവർ ജയിലിൽ കടന്ന ആളുകളാണ്. അതുകൊണ്ട് ചില ആളുകൾക്ക് കുറഞ്ഞ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് പുറത്തേക്ക് വരാനുള്ള സാഹചര്യം കൂടി ചിലപ്പോൾ വലിയ താമസം കൂടാതെ ഉണ്ടായെന്നിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജീവപര്യന്തം കിട്ടുമോ എന്നതും ഒപ്പം എന്തുകൊണ്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടി ഇന്നത്തെ വിധി പകർപ്പ് പുറത്തു വരുന്നതോടുകൂടി വരും. എന്നാലും വിധി പ്രസ്താവം പൂർണ്ണമായാൽ മാത്രമേ, ഇവരുടെ ശിക്ഷ വിധിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. എന്നാൽ ആ നടപടികൾ ഇപ്പോൾ കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.